എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് ഡു, ഡസ്, ഡിഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹൗ ടു യൂസ് ഹാസ്, ഹാവ്, ഹാഡ്. അതിൻ്റെ കൂടെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ എന്നിവ പഠിച്ചു. ഇന്നത്തെ ഡു, ഡസ്, ഡിഡ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡു, ഡസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആയിട്ടും ഡിഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പാസ്റ്റ് ടെൻസ് ആയിട്ടും കണക്കാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, അതായത് സിംഗുലർ, പ്ലൂറൽ. ഹി, ഷീ, ഇറ്റ് എന്നിവ സിംഗുലറും ഐ, യു, വി, ദേ എന്നിവ പ്ലൂറലുമാണ്. എന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണും പ്ലൂറൽ നൗണും. അപ്പം നമ്മൾ ഇന്ന് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കേണ്ടത് ഈ സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെ എങ്ങനെയാണെന്ന് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡു ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുക, അതായത് പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അവ ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ എന്നിവയുടെ കൂടെ ഡു ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റ് അതായത് സിംഗുലർ നൗണ്, അതിൻ്റെ കൂടെ ഡസ് ഉപയോഗിക്കുക. ഇനി ഡിഡിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാം, സിംഗുലറും ഉപയോഗിക്കാം, പ്ലൂറലും ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഓക്കെ, നൗ കമ്മിങ് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ ഡു ഉപയോഗിക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഡു മൈ ഹോംവർക്ക്. ഷീ ഡസ് ഹെർ ഹോംവർക്ക്. ഡു ഐ ലുക്ക് ഗുഡ്? എന്നെ കാണാൻ കൊള്ളാമോ? ഹൗ ഡു ഐ ലുക്ക് ഇൻ ദിസ് ഷർട്ട്? എന്നെ ഈ ഷർട്ടിൽ കാണാൻ എങ്ങനെയുണ്ട്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു വാണ്ട് എനിത്തിങ്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇനി അതിൻ്റെ നെഗറ്റീവ് നോക്കാം, എന്ന് പറഞ്ഞാൽ ഡു നോട്ട്. എക്സാമ്പിൾ, ഐ ഡോണ്ട് ഡു, ഞാൻ ചെയ്യാറില്ല. ഇനി ഇത് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ വളരെ ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. അത് കുറച്ചുകൂടി ഊന്നി പറയുമ്പോൾ ഐ ഡു ഹാവ് എ ലാപ്ടോപ്പ്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ അത് നമ്മൾ ഒന്നുകൂടി ഊന്നി പറയുകയാണ്. ഐ ഡു ഹാവ് എ ലാപ്ടോപ്പ്. വേറൊരു എക്സാമ്പിൾ, ഐ എഗ്രി വിത്ത് യു, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. അത് ഒന്നുകൂടി ശക്തിയായിട്ട് ഊന്നി പറയുമ്പോൾ ഐ ഡു എഗ്രി വിത്ത് യു എന്നാണ് പറയുക. ഇനി അടുത്തത് ഡസ്, DOES, ഡസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഡസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സിംഗുലർ നൗണിലാണ്, അതായത് സിംഗുലർ പ്രൊനൗൺസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഡസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഷീ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെന്നുള്ളതാണ്. ഷീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്, അതൊന്ന് നമ്മൾ ഊന്നി പറയുകയാണ്. ദാറ്റ് കാർ ലുക്സ് ഓൾഡ്, ആ കാറ് പഴയതാണ്. ദാറ്റ് കാർ ഡസ് ലുക്ക് ഓൾഡ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അതായത് ഡസ് ഉപയോഗിക്കുമ്പോൾ ലുക്സ് എന്ന വാക്കിൻ്റെ എസ് റിമൂവ് ചെയ്യും. ഡസ് ഉപയോഗിക്കാത്ത സമയത്ത് എസ് കൂട്ടി ലുക്സ് എന്നാ പറയുക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദാറ്റ് കാർ ഡസൻറ്റ് ലുക്ക് ഓൾഡ്, ആ കാറ് പഴയതായിട്ട് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത് ഡിഡ്, DID. ഡിഡ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഡിഡ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സിംഗുലർ നൗണും പ്ലൂറൽ നൗണിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഉപയോഗിക്കാം. അതായത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ എല്ലാറ്റിൻ്റെയും കൂടെ ഡിഡ് ഉപയോഗിക്കാം. ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞതാണ്. എക്സാമ്പിൾ, ഹി ഡിഡ് എ മാജിക്.
അവൻ മാജിക് ചെയ്തു. ഐ ഡിഡ് മൈ ഹോം വർക്ക്. ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്തു. ഐ ഡിഡ് സ്പീക്ക് ടു യു യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചു. ഇതൊരു ഊന്നിപ്പറച്ചലും കൂടിയാണ്. ഐ സ്പോക്ക് ടു യു യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചു എന്നുള്ള അർത്ഥം വരും. പക്ഷേ ഐ ഡിഡ് സ്പീക്ക് ടു യു യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് ഊന്നിപ്പറയുകയാണ്. അതായത് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഇനി ഒരു നെഗറ്റീവ് എക്സാമ്പിൾ നോക്കാം. ഐ ഡിഡിൻ ഡു ദാറ്റ്. ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഐ ഡിഡിൻ എന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് ഡു ദാറ്റ് എന്നുള്ളതാണ് ഐ ഡിഡിൻറ്റ്. ഡിഡ് നോട്ട് എപ്പോഴും ഡിഡിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ മറ്റൊരു വിഷയവുമായി എത്തുന്നത് വരെ see you.